ഒരിടയ്ക്ക് മറ്റു ബോഡി ബിൽഡിംഗ് കുറച്ച് തലകുത്തി പറയാനും കുറച്ച് കാലിസ്തനിക്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോ ഒരു കല്യാണമൊക്കെ കഴിച്ച് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ നിൽക്കുവാണ്. Right. So ladies and gentlemen, let's put your hands together inviting Sudev Nair to the stage. Sudev, I should say this, you know, our teaser our shot, our look was like way out of the box. Oru reaction and our frightening factor on your face, it was too good. Yeah, thank you. ആദ്യം ഞാൻ രതീഷ് ഭായി എനിക്ക് സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്തപ്പോൾ കഥയൊക്കെ ഓക്കെ വെരി ഗുഡ്, നല്ല ക്യാരക്ടറൊക്കെയാണ്. പക്ഷെ ഞാൻ ഏത് മോഡൽ ബെൻസ് കാർന്നാണ് നടന്നത്, കൂളിംഗ് ഗ്ലാസ് ബ്രാൻഡ് ഏതാണ്, സൂട്ട് ഇറ്റാലിയൻ ആണോ ഫ്രഞ്ച് ആണോ, എന്തൊക്കെയാണ് പരിപാടികൾ, പിന്നെ 6 പാക്ക് ആപ്സ് ആണെങ്കിൽ അതിൻ്റെ ഫീസ് കുറച്ച് എക്സ്ട്രാ ആണ് എന്നൊക്കെയാണ് ഞാൻ എൻ്റെ ധാരണയായിരുന്നു. അപ്പോൾ രതീഷ് പറഞ്ഞത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള റിയലിസ്റ്റിക് പഞ്ചായത്തൊന്നുമില്ല, ഇല്ലാതൊന്നുമില്ല. എന്നെ പിന്നെ അഭിനയിക്കാവുന്ന ആൾക്കാർക്ക് ഞാൻ ബോധ്യപ്പെടും, അതൊക്കെ തന്നെയാണ് അങ്ങനെ റിയലിസ്റ്റിക്. അപ്പോഴാണ് എൻ്റെ കണ്ണു നിറഞ്ഞത്. എന്നെ ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തിൽ കാണാൻ പറ്റിയ ഈ വളരെയധികം നന്ദിയുണ്ട്. ഞാൻ വളരെയധികം പ്രാർത്ഥിച്ച് വിളിച്ചതാണ് ഇങ്ങനെ ഒരു കഥാപാത്രം. എപ്പോഴും ഈ സ്റ്റൈലായിട്ട് അതിൽ നല്ല രസമുണ്ട് അതൊക്കെ ചെയ്യാൻ. പക്ഷെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം അതിന് എനിക്ക് ഭയങ്കരധികം ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ കൂടി അത് ലഭിച്ചു. മാത്രമല്ല ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കാനും എനിക്ക് അവസരം കിട്ടി. സിനിമ ഞാൻ ഫൈനൽ കട്ട് കണ്ടില്ല. ദിലീപേട്ടനോട് ഞാൻ ചോദിച്ചു, ദിലീപേട്ടൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു, അത് നമുക്ക് കട്ട് ചെയ്തു. ഭാഗ്യത്തിൽ നമ്മൾ അഭിനയിച്ച പോർഷൻസ് കയ്യിലുണ്ട്, അപ്പോൾ നമ്മൾ സേഫാണ്. അപ്പോൾ എന്തായാലും ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് എനിക്ക് വേണ്ടി നല്ലൊരു ആസ് എൻ ആക്ടർ വളരെ റിവാർഡിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ആസ് എൻ ഓഡിയൻസ് എല്ലാവർക്കും റിവാർഡിങ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും സിനിമ പോയി തിയേറ്ററിൽ കാണാം. അതുമാത്രമല്ല, ഇന്ന് നമ്മുടെ കൂടെ ഒരു വിശിഷ്ട അതിഥിയും കൂടിയുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഭാര്യ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സുന്ദരിയായ പെൺകുട്ടിയോട് ഒന്നതായ പറഞ്ഞേക്കും എൻ്റെ ഭാര്യ നന്ദി. നമ്മുടെ ഇത്രയും നല്ലൊരു ഓഡിയോ ലോഞ്ച് കഴിഞ്ഞാകുമ്പോൾ ഞാൻ വിചാരിച്ചു ഐ ഷുഡ് ഹാവ് ഹർ ഓൾസോ ബി പാർട്ട് ഓഫ് ദിസ്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി ആൻഡ് താങ്ക് യു. ഇത് ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ സ്നേഹ നിങ്ങൾ ആരോടും വിചാരിക്കണ്ട. അല്ല, ഞങ്ങള് പരിചയമായിട്ട് കുറച്ച് നാളായി. കുറച്ച് അതിന്റെ അപ്പൊ ഇനി റിയലിസ്റ്റിക് മൂവീസ് മാത്രമാണോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്? സൂപ്പർ ഹീറോ ചെയ്യണം, സൂപ്പർ ഹീറോ ചെയ്യണം, മറ്റേ പാക്സിന്റെ സെറ്റാണ് അത് ചെയ്യണം. പിന്നെ അൾട്രാ റിയലിസ്റ്റിക് ചെയ്യണം. Okay, so anyway, big round of applause. Thanks a lot for doing that. What time is it now? Karyan, technical decision. How is life now? Life is more peaceful. And for example, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ വളരെയധികം സ്ട്രെസ്ഡ് ആയിരിക്കും യൂഷ്വലി. അപ്പോൾ ഇന്ന് because she is there, I am far more relaxed. Oh, that's very nice. ഇത് രതീഷെന്ന് ആലോചിക്കുന്നുണ്ടാവും, ഒരു 10 വർഷം കഴിയട്ടെ അപ്പം പറയും അപ്പം കൊടുക്കും ടൈറ്റിലെന്നാണ്. Okay, so anyway, big round of applause for Anna and wishing you both all the best for amazing life ahead. So thanks a lot to them for joining. And moving on, കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.